നമുക്കിന്ന് പച്ചരിയും പഴുത്ത മാങ്ങയും വെച്ചിട്ടുണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും മാങ്ങ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അരി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഇത്രയും മതി. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിയാണ് ഉണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ ബസ്മതി റൈസോ പച്ചരിയോ അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന അരിയിലെ കൈമ റൈസൊക്കെ അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഇനി ആ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്കിതിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലോണം അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് വാട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ, എന്നാലേ നമുക്ക് നല്ല പോലെ അരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാതെ. നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കാരണം അത് നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അത് ചെറിയ തരികൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് ഇവിടെ അളന്ന് വെച്ചതായിരുന്നു. ആ പാൽ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ നമ്മുടെ ഏലക്ക പൊടിച്ചയില്ലേ അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പൊടിച്ച ഏലക്ക അല്ലെങ്കിൽ ഒരു 2 ഏലക്ക ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അതൊന്ന് നന്നായിട്ട് കുക്കായ ശേഷം ആ ഏലക്ക ലാസ്റ്റ് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. പൊടി ഉണ്ടെങ്കിൽ പൊടി തന്നെ ഇട്ട് കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഈ പാലൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ. പാലൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ നമ്മുടെ അരി, ആ അരച്ച് വെച്ച അരിയുടെ കൂട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വേഗം കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും നമ്മളിത് ഇളക്കി കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് കട്ടയൊന്നുമില്ലാതെ എന്തെങ്കിലും കട്ടയാണെങ്കിൽ അതൊക്കെ ഉടച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർക്കണം കേട്ടോ. ഇനി മിൽക്ക് മെയ്ഡ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മാത്രം കൊണ്ട് നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മിൽക്ക് മെയ്ഡ് ചേർക്കണം. അപ്പോൾ ഞാൻ അത്രയും മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല, ബാക്കി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ട് അനുസരിച്ച് നമുക്ക് മധുരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ കുറുകി വരും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ, തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ അത്യാവശ്യം നല്ലോണം തിക്കായി വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ വേണമെന്ന് പറഞ്ഞില്ലേ, അത് ഇതിനായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ട് അതിന് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതാണിത്, അതൊരു 1/2 കപ്പ് നമുക്ക് വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതൽ വെള്ളം കേട്ടോ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാംഗോനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാനാട്ടോ, കാരണം ചില മാംഗോ ഒക്കെ ഒരു പച്ചച്ചുവ ഉണ്ടാവും എത്ര പഴുത്താലും, അപ്പോൾ അതൊക്കെ പോകും നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്കും മധുരം ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും പഞ്ചസാര വേണമെന്നുണ്ടാവില്ല, അതിൻ്റെ ഇതിപ്പോൾ ഒരു ആവറേജ് മധുരമുള്ള മാങ്ങയാണ്. അതേപോലെ വലിയ കളറും ഇല്ല കേട്ടോ ഈ മാംഗോക്ക്. ഇനി നല്ല യെല്ലോ കളറിൻ്റെ മാങ്ങയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ഈ ഡെസേർട്ട് കാണാൻ, നല്ലൊരു യെല്ലോയിഷ് കളർ ഉണ്ടാകും. പക്ഷേ മാങ്ങ ടേസ്റ്റ് ഉണ്ടായാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അധികം പുളിൻ്റെ മാങ്ങ ഇതിന് ഉപയോഗിക്കരുത് കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ, ഇത്രയും മതി, ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് ഓഫ് ചെയ്യാം, എന്നിട്ട് അതും ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാലിൻ്റെ മിക്സും ഈ മാംഗോ പൾപ്പും രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ 1 മണിക്കൂർ നമ്മളിതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ തന്നെ വെച്ചാൽ മതി. 1 മണിക്കൂർ വെക്കുക.
ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്ത കേട്ടോ ഇത്. ഇപ്പോൾ കണ്ടോ നല്ലോണം തിക്കായിട്ടുണ്ട്. നമ്മൾ ആ വെച്ചപ്പോൾ ഉള്ളതിനേക്കാളും നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. ഇത് ഏകദേശം ഒരു പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ ആട്ടോ. പക്ഷേ നമ്മൾ അങ്ങനത്തെ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഇത് നമ്മുടെ മാംഗോ പൾപ്പാണ്. ഇതും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാംഗോ പൾപ്പിനെ ഈ മിൽക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂടോടെ ഒരിക്കലും ഇത് മിക്സ് ചെയ്യരുത് കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ മാംഗോ പൾപ്പ് ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡെസേർട്ടിൻ്റെ പേര് ശരിക്കും മാംഗോ ഫിർണി എന്നാട്ടോ പേര്. ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണിത്. നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. ഒരു ഹെൽത്തി അല്ലാത്ത സാധനങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. എല്ലാം വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളിതിനെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റണം. ഗ്ലാസ്സിലേക്ക് മാറ്റിയ ശേഷം ഇത് കുറച്ച് മാങ്ങ ഞാനിതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത കേട്ടോ. അപ്പോൾ ഈ മാംഗോസ് നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും, കാണാനും നല്ല ഭംഗിയായിരിക്കും. അതിങ്ങനെ കടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മാംഗോ ഇടണം നിർബന്ധമില്ല, പക്ഷേ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഞാൻ കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പിസ്തയോ അണ്ടിപ്പരിപ്പോ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് നട്ട്സ് ഇഷ്ടം പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാനും, നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ലാതാനും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.